കർണാടക കോൺഗ്രസ് വീണ്ടും ഭിന്നത. DK ശിവകുമാർ വിഭാഗത്തിനെതിരെ സിദ്ധരാമയ്യ പക്ഷത്തെ നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു. ഭൂമി കുംഭകോണ കേസിലെ സർക്കാരിലെ നേതൃമാറ്റത്തിനായി ഉപയോഗിക്കാൻ പാർട്ടിക്കുള്ളിൽ നീക്കമുണ്ടെന്ന് കത്തിൽ പരാമർശം. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. കർണാടക കോൺഗ്രസിലെ ഭിന്നത വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷം മറനീക്കി പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഗവർണർ അനുമതി നൽകിയിരുന്നു. ഇതിനെതിരെ സിദ്ധരാമയ്യ നൽകിയിട്ടുള്ള ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തിയിരുന്നു. സിദ്ധരാമയ്യ രാജിവെക്കണം എന്നൊരാവശ്യം പ്രതിപക്ഷം BJPയും അതോടൊപ്പം തന്നെ JDSഉം ഉന്നയിച്ചിരുന്നു. ഇത്തരം ആരോപണങ്ങൾക്കും BJPയുടെ ഉൾപ്പെടെ നീക്കങ്ങൾക്കും ശക്തി പകരുന്ന ചില പ്രതികരണങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നതാണ് സിദ്ധരാമയ്യ പക്ഷം ആരോപിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തയച്ചിട്ടുള്ളത്. മുൻ മന്ത്രിമാർ, മുൻ MPമാർ ഉൾപ്പെടെ KPCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ 15 നേതാക്കളാണ് ചേർന്നാണ് ഈ കത്ത് അയച്ചിട്ടുള്ളത്. ഇത്തരം ചില പ്രതികരണങ്ങൾ പരോക്ഷമായിട്ടുള്ള നീക്കം ഉണ്ടാകുന്നു എന്നതാണ് ആരോപിക്കുന്നത്. DK ശിവകുമാർ വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സിദ്ധരാമയ്യ പക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ സിദ്ധരാമയ്യക്കെതിരായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായും ഈ സംസ്ഥാന സർക്കാരിലെ നേതൃമാറ്റം വേണമെന്നൊരാവശ്യം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ മുൻകൂട്ടി പ്രതിരോധിക്കാനുള്ള നീക്കമാണ് സിദ്ധരാമയ്യ പക്ഷം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി കത്തയച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് സിദ്ധരാമയ്യ അനുകൂലികളായിട്ടുള്ള നേതാക്കൾ പറയുന്നത്.